ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ കണ്ടൻസർ മൈക്രോഫോൺ നമ്മളുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അത് മാത്രമല്ല, ഇന്ന് ഫിലിമോറയിൽ എങ്ങനെയാണ് നമ്മൾ ഈ മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുന്നതെന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും മൊത്തമായിട്ട് വീഡിയോ കാണാം. അപ്പം നിങ്ങൾ വീഡിയോ ഉണ്ടോ? ടാറ്റാ. അപ്പോൾ ഇതാണ് നമ്മുടെ USB കാർഡ്. ഈ USB കാർഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇതിന് ഏകദേശം ഒരു 250 രൂപ വില വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്ക്. BM800 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം കേബിൾ കണക്ട് ചെയ്ത് അതിന് ശേഷം അതിൻ്റെ അടുത്ത ഭാഗം എടുത്ത് നമ്മൾ USB കാർഡിനകത്ത് ഈ മൈക്കിൻ്റെ ഐക്കൺ ഉണ്ടോ അതിനകത്ത് അതിൻ്റെ നേരെ കാണുന്ന ജാക്കിനകത്ത് നമ്മൾ കണക്ട് ചെയ്ത് അതിനുശേഷം നമ്മളിത് ലാപ്പിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ ഡെസ്ക്ടോപ്പിനകത്ത് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് സൗണ്ടിനകത്ത് 3 ഓപ്ഷൻസ് കാണും. അതിനകത്ത് നടുക്കത്തെ ഓപ്ഷൻ ഓൺ ചെയ്യുക. അതിനകത്ത് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിനകത്ത് റെക്കോർഡിങ്ങിനകത്ത് നമ്മളുടെ കണ്ടൻസർ മൈക്രോഫോൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ബാക്ക് പോവുക. അപ്പോൾ ഇതാണ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പം ഇനി നമ്മുടെ ഫിലിമോറയിൽ എങ്ങനെയാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഗാലറിയുടെ താഴെ ഒരു മൈക്കിൻ്റെ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിനകത്ത് ഡിവൈസിനകത്ത് നമ്മളുടെ കണ്ടൻസർ മൈക്രോഫോൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്പേസ് ബട്ടൺ ഞെക്കുമ്പോൾ റെക്കോർഡിങ് തുടങ്ങും. എന്നിട്ട് നമ്മൾ രണ്ടാമത് സ്പേസ് ബട്ടൺ ഞെക്കുമ്പോൾ റെക്കോർഡിങ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണോട് ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.